ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് വിവാഹത്തെ പറ്റിയാണ് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് വിവാഹം? ആരുടെ ഇഷ്ടത്തിനാണ് വിവാഹം? ആരാണ് തീരുമാനിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ വിവാഹം കഴിച്ച് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ എൻ്റെ അറിവാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഇത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനോ ആരെങ്കിലും വ്രണപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. കാര്യം ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ന്യൂസിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയ ചിന്തകളാണ് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്തെല്ലാം കൂടുതലും വീട്ടുകാർ അറേഞ്ച് ചെയ്ത മാരേജിനോടാണ് പെൺകുട്ടികളെല്ലാം സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടമൊക്കെ മാറി അല്ലയോ? എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ലവ് മാരേജ് തന്നെയാണ്. കാര്യം പണ്ടത്തെ കാലത്ത് ആൾക്കാർ രക്ഷകർത്താക്കളെല്ലാം തന്നെ ജാതകം നോക്കിയിരുന്നു, ജാതക പൊരുത്തം നോക്കിയിരുന്നു. ഇന്ന് ആൾക്കാർക്ക് അതിനോടൊന്നും ഒരു യോജിപ്പില്ല. കാരണം പലതും പരാജയങ്ങളാണ്, നല്ലതുപോലെ പോകുന്നതുകൊണ്ട്. പക്ഷേ ഒരു വിവാഹം കഴിച്ച ദമ്പതികളുടെ ഇടയിൽ മിക്കവാറും കുടുംബങ്ങളിൽ ഒരു 60% അല്ലെങ്കിൽ 70% പൊരുത്തം മാത്രമേ കാണുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സഹിച്ചും പൊരുതിയും ഒക്കെ ജീവിക്കുന്നതാണ് അല്ലയോ? എല്ലാവരുടെ ഫാമിലിയിലും ദുഃഖങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും, ഹസ്ബൻഡും വൈഫും തമ്മിൽ. പക്ഷേ വിവാഹം കഴിച്ചു, രണ്ട് വ്യക്തികൾ പ്രേമിച്ചാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അവർക്ക് എല്ലാ അവകാശങ്ങളും തന്നെ ഇല്ലേ? പേരൻസിൽ നിന്നും ഉണ്ട്. കാര്യം 18 വയസ്സാകുമ്പോൾ നമ്മൾക്ക് വോട്ടവകാശമുണ്ട്. 18 വയസ്സാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്രകാരമുള്ള ഒരു വിവാഹം കഴിക്കാൻ നമ്മുടെ വീട്ടുകാരോ അല്ലോ സമൂഹമോ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാം ഇപ്പോഴും സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നവരുടെ ഇടയിൽ തർക്കങ്ങളും വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കാറുണ്ട് അല്ലയോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ദിവസവും ന്യൂസിലായാലും അല്ലാതെ ആയാലും. നമ്മുടെ നെയ്ബേഴ്സ് പറഞ്ഞറിഞ്ഞോ അല്ലെങ്കിൽ ന്യൂസിൽ കൂടെയോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയോ നമ്മളെല്ലാം തന്നെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലയോ? അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചാൽ അവർക്ക് മാന്യമായിട്ട് ജീവിക്കണ്ടയോ സമൂഹത്തിൽ? അതിലെന്താണ് തെറ്റ്? നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു മൈൻഡ് സെറ്റാണ് സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതെല്ലാം പരാജയമാണ്, അത് തെറ്റാണെന്നുള്ളൊരു കോൺസെപ്റ്റ്. രണ്ട് വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെട്ടും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സംസാരിച്ചും അവർ മനസ്സിലാക്കിയും കല്യാണം കഴിക്കുന്നതാണ് എപ്പോഴും ഉത്തമം. പണ്ടത്തെ കാലത്ത് വിവാഹം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ പേരൻസ് തിരക്കാറില്ല ആ പെൺകുട്ടി ഹാപ്പിയാണോ അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കുന്നോ എന്നൊക്കെ. കാര്യം അവർക്കുള്ള എന്തെങ്കിലും സമ്പാദ്യം മകൾക്ക് കൊടുത്തു വിടുന്നു, അതോടുകൂടി അവരുടെ ചുമതല തീർന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണോ? നമ്മുടെ കുട്ടികളെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവരുടെ അനുവാദത്തോടെയാണോ? അല്ല, നമ്മുടെ ഇഷ്ടത്തോടു കൂടിയാണ് കൊണ്ടുവന്നതല്ലേ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരിൽ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലേ. അവർക്കൊരു ഇഷ്ടം ഉണ്ട് എങ്കിൽ നമ്മളത് മനസ്സിലാക്കുക. നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മകൾ ഹാപ്പി ആവുന്നു എങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മുടെ മകളോടൊപ്പമോ മകനോടൊപ്പമോ നിൽക്കുക. കാര്യം ലൈഫെന്ന് പറയുന്നത് 100% സക്സസ് ഒന്നുമല്ല. നമുക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം 100% സക്സസ് വേണമെന്നുള്ളത്. അപ്പോൾ മാത്രമാണ് നമുക്കൊരു 70-60% എങ്കിലും സക്സസ്സിലോട്ട് നമ്മൾ മുന്നേറുന്നത്. പക്ഷെ വിട്ടുവീഴ്ചകൾ നമ്മൾ തീർച്ചയായിട്ടും ലൈഫിൽ ചെയ്തിരിക്കണം, പേരൻസ് ആയാലും കുട്ടികളായാലും തന്നെയും. നമ്മുടെ അവകാശമാണ് അല്ലേ? 18 വയസ്സ് കഴിഞ്ഞാൽ 18 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പോ കൗമാരപ്രായക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്ടമാണ് ലവ് അഫെയർസ് എന്ന് പറഞ്ഞാൽ അല്ലയോ? അത് ചിലപ്പോൾ വിവാഹത്തിൽ കലാശിക്കാം, ചിലപ്പോൾ കലാശിക്കാതെയും വരാം, സംടൈംസ് ബാഡായിട്ടും പോകാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ലൈഫിലുള്ളതാണല്ലേ. ഈ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെമ്പാടും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ പേരൻസൊക്കെ ചിന്തിക്കേണ്ട കാര്യം ഒന്നാണെന്ന് വെച്ചാൽ, ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് ഇഷ്ടമല്ലാത്ത വിവാഹം മകളും മകനും കഴിക്കുന്നതും ഒളിച്ചോട്ടവും സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതും എല്ലാം തന്നെ എല്ലായിടത്തും ഉണ്ട്.
നാരോ മൈൻഡ് നമ്മൾ സ്വീകരിക്കാതിരിക്കുക. നമ്മുടെ മക്കളുടെ ലൈഫിലേക്ക് ദുരന്തങ്ങൾ നമ്മൾ തന്നെ വിതറാതിരിക്കുക. അറ്റ്ലീസ്റ്റ് അവർ സന്തോഷമായിട്ട് കഴിയുന്നുവെങ്കിൽ അവർ സന്തോഷിക്കട്ടെ, സന്തോഷിക്കാൻ പറ്റുന്നിടത്തോളം അവർ ജീവിച്ചോട്ടെ. അതിനു കൂടെ നമ്മൾ കൂട്ടു നിൽക്കുക, അവർക്കൊപ്പം നമ്മൾ നിൽക്കുക, അവരെ നമ്മൾ നോക്കുക, അവരെ ഗൈഡ് ചെയ്യുക. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലേക്ക് അധികം ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക, അവരെ ചെന്ന് ശല്യം ചെയ്യാതിരിക്കുക, അവരെ പല കാര്യത്തിലും ഡിമാൻഡ് ചെയ്യാതിരിക്കുക, പല കാര്യത്തിൽ അവർക്ക് അഡ്വൈസ് കൊടുക്കാതിരിക്കുക. ഐ ആം ഷുവർ അവർ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെക്കാട്ടി ബോൾഡറാണ്, സ്ട്രോങ്ങറാണ്, അറിവുള്ളവരായിരിക്കും, വൈസറാണ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്ങുമായിരിക്കും, അല്ലയോ? അപ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നു, ചില തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവുന്നു. അതൊക്കെ നമുക്ക് തിരുത്തി ജീവിക്കാം, അല്ലയോ? അതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് അവർ 100% അവർ തെറ്റുകാരാണെന്നോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു മാരേജ് നടന്നു അത് സക്സസ് ആയില്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ മാരേജ് നടന്നാൽ അത് സക്സസ് ആകില്ല എന്നുള്ളൊരു ധാരണയും തെറ്റാണ്. കാര്യം ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ ഒരു കമ്പാനിയൻ ഇല്ലാതെ ജീവിക്കാൻ പാടാണ്.